ഇന്നിപ്പോൾ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കിരണേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു. അധിക സാധനമൊന്നുമില്ല കേട്ടോ. പാല്, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് പച്ചക്കറി, അത്രയൊക്കെ ഉള്ളൂ. കടലയും പൊട്ടുകടലയും ഒന്നും മന്ത്ലി സാധനം വാങ്ങിക്കുമ്പം അതിൻ്റെ കൂടെ വാങ്ങിക്കില്ല കേട്ടോ. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അരക്കിലോൻ്റെ പാക്കറ്റൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. ലൂസായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തൂക്കി വാങ്ങാമല്ലോ. അരക്കിലൊക്കെ വാങ്ങിച്ചാൽ കുറേ മാസത്തേക്ക് അങ്ങനെ കിടക്കും. അത് അവസാനം പ്രാണിയൊക്കെ വന്ന് എടുത്ത് കളയേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ടായിരിക്കും കുറച്ച് മാത്രം വാങ്ങിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ കാര്യമൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് കേട്ടോ. ആവശ്യത്തിന് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഒരാഴ്ചത്തേക്ക് ഒന്നിച്ച് സ്റ്റോർ ചെയ്യുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഏകദേശം കോഫീൻ്റെ കാര്യം ഇതൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് നേരാവണ്ണം കോഫി ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പൗച്ചസ് ആട്ടോ വാങ്ങിക്കുക. അങ്ങനെ ആകുമ്പം ഒരു കപ്പ് കോഫിക്ക് ഒരു പൗച്ച് വളരെ കറക്റ്റാണ്. പിന്നെ ഇവിടെ ഡെയിലി കോഫി കുടിക്കുന്ന ആളില്ലാതാനും വല്ലപ്പോഴും കോഫി കുടിക്കാൻ തോന്നുന്നത് കിരണേട്ടന് മാത്രമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങളും ഒരു കപ്പ് കോഫിക്ക് ഒരു പാക്കറ്റ് പൗച്ചെടുത്ത് പൊട്ടിച്ച് അത് കലക്കിയിട്ട് ഭയങ്കര കയ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ. കടുപ്പം വേണ്ടവർ മാത്രം ഒരു പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ. അതല്ലാത്തവർ അതിൻ്റെ പകുതി എടുത്താൽ മതിയേ. പിന്നെ ഓരോ കോഫി പൗഡറിൻ്റെ കമ്പനിക്ക് അനുസരിച്ചിട്ടും കടുപ്പത്തിലൊക്കെ വ്യത്യാസമുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പിന്നെ ശരി കേട്ടോ. ഇന്നത്തെ പുരാണം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.